തിരച്ചിൽ 9ാം ദിനം. മലയാളി ലോറി ഡ്രൈവർ അർജുനെ കണ്ടെത്തുന്നതിനായുള്ള തെരച്ചിൽ 9ാം ദിനവും തുടരുകയാണ്. ആഴത്തിൽ തിരയുന്ന സാനി എക്സ്കവേറ്റർ ഗംഗാവലി പുഴയിൽ മണ്ണ് മാറ്റി തുടങ്ങി. അപകടത്തിന് ശേഷവും ലോറിയുടെ GPS പ്രവർത്തിച്ചു എന്ന വിവരം തെറ്റാണെന്ന് കാർവാർ MLA സതീഷ് കൃഷ്ണ സെയിൽ 24-നോട് പറഞ്ഞു. 9ാം ദിനവും തിരച്ചിൽ തുടരുകയാണ്. ഗംഗാവാലി പുഴയുടെ ആഴങ്ങളിൽ മലയിടിഞ്ഞു വീണ മണ്ണിനടിയിൽ റേഡാറിൽ നിന്ന് ലഭിച്ച അവസാന സിഗ്നലും സൂചിപ്പിക്കുന്നത് പുഴയിൽ അർജുന്റെ ലോറിയുണ്ടെന്നാണ്. പ്രതീക്ഷയോടെ ഇന്നത്തെ രക്ഷാദൌത്യം പുരോഗമിക്കുകയാണ്. രാവിലെ നേവിയും NDRFും പുഴയിൽ ബോട്ട് ഉപയോഗിച്ച് തെരച്ചിൽ നടത്തി. 11 മണിയോടെ പുഴയിൽ ആഴത്തിൽ തിരയാൻ സാനി എക്സ്കവേറ്റർ ഷിരൂരിലെത്തിച്ചു. ഡ്രോൺ ഇന്റലിജന്റ് അണ്ടർഗ്രൗണ്ട് ബറീഡ് ഒബ്ജക്ട് ഡിറ്റക്ഷൻ സിസ്റ്റം ലഭ്യമായാൽ വാഹനം കണ്ടെത്താൻ കഴിയുമെന്നാണ് ദൌത്യസംഘത്തിന്റെ നിഗമനം. ദൌത്യസംഘത്തെ സഹായിക്കാൻ റിട്ടയർഡ് ജനറൽ ഇന്ദ്രബാലന്റെ നേതൃത്വത്തിൽ 4-അംഗ സംഘം ഇന്ന് വൈകിട്ട് കാർവാറിലെത്തും. മണ്ണിടിച്ചിലുണ്ടായതിനു ശേഷവും അർജുന്റെ ലോറിയിൽ നിന്ന് GPS സിഗ്നൽ ലൊക്കേഷൻ വിവരങ്ങൾ കിട്ടിയെന്ന വാർത്ത വ്യാജമെന്ന് കാർവാർ MLA സതീഷ് കൃഷ്ണ സെയിൽ പറഞ്ഞു. അതിനിടെ പ്രദേശത്ത് ഡ്രോൺ പറത്തുന്നതിന് വിലക്കേർപ്പെടുത്തി. ഡ്രോൺ ഉപയോഗിച്ചാൽ കേസെടുക്കുമെന്ന് പോലീസ് അറിയിച്ചു. ടീം 24 ഷിരൂർ.